നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദേശത്തിന്റെ അന്തരാത്മാവ്. അതത് കാലത്ത് തലയെടുപ്പോടെ നിന്ന പ്രാചീന സംസ്കാരങ്ങളെല്ലാം തങ്ങളുടെ തിരുശേഷിപ്പുകൾ ബാക്കിയാക്കി മൺമറഞ്ഞു പോയപ്പോഴും നമ്മുടെ നാടിന്റെ സംസ്കൃതിയെ ജീവത്തായി നിലനിർത്തിയ നിത്യചൈതന്യം, സനാതനധർമ്മം. ഇന്ന് നമ്മൾ നമ്മുടേതെന്ന് ഊറ്റം കൊള്ളുന്ന സംഗീതവും നാട്യശാസ്ത്രവും ആയോധന കലകളും ഗണിതവും ജ്യോതിശാസ്ത്രവും തുടങ്ങി ഒട്ടനവധി ശാഖോപശാഖകൾ സനാതനധർമ്മം എന്ന കൽപ്പവൃക്ഷത്തിൽ വിരിഞ്ഞു. എന്നാൽ ഈ കൽപ്പവൃക്ഷത്തിന്റെ തുടക്കം എവിടെ നിന്നാകും മുളപൊട്ടിയിട്ടുണ്ടാവുക? ഈ ചോദ്യവുമായി കാലത്തിലൂടെ പുറകോട്ടു പോയാൽ നാം ചെന്നെത്തുക മാനവരാശിയുടെ ഗ്രന്ഥപുരയിലെ ആദ്യ ഗ്രന്ഥങ്ങളായ വേദങ്ങളിലായിരിക്കും. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഭാരത സംസ്കാരത്തെ കാലാന്തരങ്ങളായി സംരക്ഷിച്ചു വളർത്തി വലുതാക്കിയ മഹാമേരുക്കൾ. വായനകളും പുനർവായനകളും മറ്റെന്തിനേക്കാളും കൂടുതലായി വന്നപ്പോൾ വേദം നൽകി വന്ന യഥാർത്ഥ ജ്ഞാനവിജ്ഞാനങ്ങളെ പലരും അവർ കുതകും വിധം മാറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. കടൽ കടന്നു വന്ന വിദേശികളും അവരുടെ കാഴ്ചപ്പാടിലൂടെ ഭാരതത്തെ കാണാൻ ശ്രമിച്ച സ്വദേശികളും ഈ വേദശസ്ത്രക്രിയയിൽ പങ്കാളികളായി. ഇങ്ങനെ കീറിമുറിച്ചും തുന്നിച്ചേർത്തും വേദങ്ങളെയും വൈദിക സിദ്ധാന്തങ്ങളെയും നാനാവിധമാക്കി പ്രചരിപ്പിച്ചു. വേദത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്നറിയാതെ, മൂല്യമെന്തെന്നറിയാതെ ആ ജ്ഞാനവാരിധിയെ ഒരു തലമുറ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെയാണ് വേദം വാസ്തവത്തിൽ എന്താണെന്ന് കാട്ടിക്കൊടുത്തും വേദത്തെ പിന്തുടരാൻ പ്രേരിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും ആചാര്യ ശ്രീ രാജേഷ് കടന്നുവരുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന മുറജപത്തിൽ പങ്കെടുത്ത് പുരസ്കാരങ്ങൾ നേടിയവരായിരുന്നു ആചാര്യ ശ്രീ രാജേഷിന്റെ മുൻ തലമുറക്കാർ. ആധുനിക കാലത്ത് തന്റെ മുൻ തലമുറക്കാരുടെ പ്രാചീന പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ടും ആര്യ സമാജ സ്ഥാപകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന മഹർഷി ദയാനന്ദ സരസ്വതിയെ മാതൃകയാക്കിക്കൊണ്ടുമാണ് ആചാര്യശ്രീ വേദപ്രചാരണം ആരംഭിക്കുന്നത്. ഋഗ്വേദം ചോദിച്ച ചോദ്യമാണ്, മനോർഭവ, നീ മനുഷ്യനാകൂ എന്ന്. മനുഷ്യനാകൂ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രോധം, കോപം, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആവശ്യങ്ങൾ, അനാവശ്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വന്യമായ ആവേശങ്ങൾ, ഇതിനെങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്? ഇൻ ദ മോഡേൺ സയൻസ് നമുക്കിതിനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കുക? ഇവിടെയാണ് വേദത്തിൻ്റെ പ്രസക്തി. അതേതെങ്കിലും മതത്തിൻ്റെ അല്ല, അതെല്ലാ മനുഷ്യനും വേണ്ടിയാണ്. മനോർഭവ, മനുഷ്യനാകൂ എന്നതാണ് ആദ്യത്തെ മെസ്സേജ്. കാരണം മനുഷ്യനാവുക എളുപ്പമല്ല. വേദങ്ങൾ ഒരു കാലത്ത് വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ലാത്ത ഗ്രന്ഥങ്ങളായിരുന്നു. കാരണം അതിലെ സംസ്കൃതം എന്ന് പറയുന്നത് രണ്ട് ശബ്ദങ്ങളൊക്കെ ചേർത്തുണ്ടാക്കുന്ന യൗകിക ശബ്ദങ്ങളാണ്. പക്ഷേ അത് ആ രീതിയിൽ അജം എന്ന് പറഞ്ഞാൽ ആട് എന്നാണ് ആധുനിക സംസ്കൃതത്തിൽ അർത്ഥം. പക്ഷേ വേദത്തിൽ അത് ജനിക്കാത്തത് എന്നാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായും വേദത്തെ വ്യാഖ്യാനിക്കുന്നതിൽ വലിയ തെറ്റുകൾ പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ആഗ്രഹിച്ചത് വൈദികമായ ഒരു സംസ്കാരത്തെ പുനർജീവിപ്പിക്കുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ നിരവധി ആളുകൾ പരിശ്രമിച്ചു. വേദങ്ങളിൽ ജാതിമത ചിന്തകളോ സ്ത്രീ പുരുഷ അസമത്വങ്ങളോ ഇല്ല, അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ഇല്ല. ഉള്ളതത്രയും ഉത്തമമായ മനുഷ്യനെ നിർമ്മിക്കാനുള്ള സൂത്രവാക്യങ്ങൾ മാത്രം. ഋഗ്വേദം പറയും പോലെ മനോർഭവ, മനുഷ്യനാകൂ. ജനയാ ദൈവ്യം ജനം, ദിവ്യഗുണങ്ങളോടുകൂടിയ മനുഷ്യനാകൂ. മലയാള നാട് കണ്ട എക്കാലത്തെയും മഹാനായ നവോത്ഥാന നായകൻ ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഉപദേശ സാരത്തിന്റെ ഉറവിടമായ ഈ വേദമന്ത്രത്തെയാണ് ആചാര്യശ്രീ നെഞ്ചോട് ചേർത്ത് വച്ചത്. അങ്ങനെ സനാതനധർമ്മത്തിന്റെ അടിവേരായ വേദങ്ങൾ ജാതിലിംഗഭേദങ്ങൾക്കതീതമായി എല്ലാവരെയും താൻ പഠിപ്പിക്കുമെന്ന്
അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്യുകയും അതിനായി കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ച് വേദപഠന കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്തു. വിരലിലെണ്ണാവുന്ന പഠിതാക്കളിൽ നിന്നും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആയിരങ്ങളിലേക്കും പതിനായിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും ആ സംരംഭം പടർന്നു പന്തലിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിദേശ രാജ്യങ്ങളിലും വേദം പഠിക്കാനും അതിലൂടെ സനാതനധർമ്മത്തിൻ്റെയും അന്തസത്തയെ അറിയാനും ഋഷിമാരും ഇതിഹാസ പുരുഷന്മാരും ആചരിച്ച ശ്രേഷ്ഠ ആചരണ പദ്ധതിയെ പിന്തുടരാനുമായി ആയിരങ്ങൾ ഒത്തുചേർന്നു. വേദപ്രചാരണത്തിന്റെ ഭാഗമായി സർവ്വജാതി വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നടന്ന വടക്കൻ മലബാറിലെ ആദ്യ സോമയാഗമായ 2014 കോഴിക്കോട് സോമയാഗവും ആചാര്യശ്രീ രാജേഷിന്റെ സങ്കല്പത്തിൽ നിന്നും പിറവികൊണ്ടതായിരുന്നു. 13.5 ലക്ഷം പേർ പങ്കെടുത്ത സോമയാഗത്തിൽ 6 ലക്ഷം പേർക്ക് ജൈവ കൃഷി ചെയ്ത വിഷം തീണ്ടാത്ത അന്നം നൽകാനും സാധിച്ചു. മൃഗബലിക്കെതിരെയും പ്ലാസ്റ്റിക് വൽക്കരണത്തിനെതിരെയും സന്ദേശമുയർത്തിയ ഈ സോമയാഗത്തിൽ ആദിവാസി ജനങ്ങളെ പാരമ്പര്യ നമ്പൂതിരിമാർ ചേർന്ന് വിളക്ക് വച്ച് ആനയിക്കുന്ന ചരിത്രപ്രധാനമായ സംഭവവും അരങ്ങേറി. കൽപ്പിതമായ ജാതീയ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് സമൂഹ അഗ്നിഹോത്രങ്ങളും ആചാര്യശ്രീ രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്നു. ജാതി ലിംഗഭേദമില്ലാതെ 1000-ഉം 2000-ഉം 3000-ഉം പേർ ഒരുമിച്ചിരുന്നുകൊണ്ട് അവരവരുടെ അഗ്നികുണ്ഠങ്ങളിൽ മന്ത്രജപത്തോടെ ഹവിസർപ്പിക്കുന്നതിന് തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടുമെല്ലാം പലതവണ സാക്ഷിയായി. കോവിഡ് കാലത്ത് 10,000-കണക്കിന് ശിഷ്യർ ഒരേ സമയം അവരവരുടെ വീടുകളിൽ നിന്ന് അഗ്നിഹോത്രം ചെയ്ത അഗ്നിഹോത്ര മഹാമഹത്തിനും ആചാര്യശ്രീ രാജേഷ് നേതൃത്വം നൽകി. പവിത്രേഷ്ടി, ബൃഹസ്പതേഷ്ടി, സരസ്വതീ യജ്ഞങ്ങൾ, രുദ്രയജ്ഞങ്ങൾ തുടങ്ങി ഒരു കാലത്ത് ഭാരതത്തിൽ എങ്ങും നിറഞ്ഞു നിന്നിരുന്നതും വൈദിക സംസ്കൃതിയുടെ മുഖമുദ്രയായിരുന്നതുമായ യജ്ഞങ്ങളെ ആധുനിക ലോകത്ത് പുനരുജ്ജീവിപ്പിക്കാനും ആചാര്യശ്രീക്ക് കഴിഞ്ഞു. അഗ്നിഹോത്രം പോലെയുള്ള നിത്യകർമ്മങ്ങൾ മുതൽ സോമയാഗം പോലെയുള്ള മഹായാഗങ്ങൾ വരെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇത് കാരണമായി. ജനപങ്കാളിത്തം കൊണ്ടും സമൂഹത്തിനു നൽകിയ മാനവിക സന്ദേശങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി മാറിയ സോമയാഗത്തിനു ശേഷം 2015 കോഴിക്കോട്ടെ കാശ്യപാശ്രമത്തിൽ സംഘടിപ്പിച്ച വടക്കൻ കേരളത്തിലെ ആദ്യ ദേശീയ വേദസമ്മേളനത്തിനും ആചാര്യശ്രീ തന്നെ കാരണഭൂതനായി. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള മഹർഷി സാന്ദീപനി രാഷ്ട്രീയ വേദവിദ്യാ പ്രതിഷ്ഠാനുമായി ചേർന്നാണ് ആചാര്യശ്രീ രാജേഷ് 2015 ഈ സമ്മേളനം നടത്തിയത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേദപണ്ഡിതരെയും സാമ്പ്രദായിക വേദപഠിതാക്കളെയും ഇതിൽ പങ്കെടുപ്പിക്കുകയുണ്ടായി. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണത്തെ പ്രവൃത്തിപഥത്തിൽ സാക്ഷാത്കരിച്ചുകൊണ്ട് വേദങ്ങളിൽ സകല മനുഷ്യർക്കും സമാന അധികാരമുണ്ടെന്ന് ആചാര്യശ്രീ രാജേഷ് പരസ്യമായി വിളംബരം ചെയ്തു. 2016 കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പ്രജ്ഞാനം ബ്രഹ്മ സംഗമത്തിലാണ് കോഴിക്കോട് കടപ്പുറത്ത് വച്ച് ഈ ഐതിഹാസികമായ പ്രഖ്യാപനം നടത്തിയത്. ഇതേ വേദിയിൽ 2000 സ്ത്രീകൾ ഒന്നിച്ചു നിന്ന് വേദമന്ത്രങ്ങൾ ചൊല്ലിയതും ശ്രദ്ധേയമായ സന്ദേശമായി മാറി. യജ്ഞാർപ്പിതമായ ഹവിസിനെ സ്വീകരിച്ച് മറ്റ് ദേവതകളിലേക്ക് എത്തിച്ചു നൽകുന്ന ഹവ്യവാഹകനാണ് അഗ്നി. അതുകൊണ്ടാണ് വേദങ്ങളിൽ അഗ്നിയെ ദൂതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ യജ്ഞാഗ്നിയെ കുടിയിരുത്തി സംരക്ഷിക്കുന്ന ഭാരതത്തിലെ തന്നെ ആദ്യ ഹൈന്ദവ അഗ്നിക്ഷേത്രം സ്ഥാപിച്ചത് ആചാര്യശ്രീ രാജേഷാണ്. കോഴിക്കോട് കക്കോടിയിലെ ഒറ്റത്തെങ്ങിൽ സ്ഥിതി ചെയ്യുന്ന വേദമഹാമന്ദിരത്തിലാണ് ഇന്നും കെടാതെ സൂക്ഷിച്ച അഗ്നിക്ഷേത്രം നിലകൊള്ളുന്നത്. ഭാരതത്തിന്റെ 4 കോണിൽ 4 വേദങ്ങളെയും അടിസ്ഥാനമാക്കി 4 മഠങ്ങൾ സ്ഥാപിച്ച ആദിശങ്കര ഭഗവത്പാദരുടെ പാത പിന്തുടർന്ന് സഹസ്രാബ്ദങ്ങൾക്കിപ്പുറം ഭാരതത്തിനു പുറത്ത് ആദ്യമായി, അതും ഒരറബ് രാജ്യമായ UAE-യിൽ ചതുർവേദ പ്രതിഷ്ഠ ചെയ്തതും ആചാര്യശ്രീ രാജേഷാണ്. ഇന്നിതാ ലോകത്തിലെ തന്നെ ആദ്യമായ വേദക്ഷേത്രത്തെയും വിഭാവനം ചെയ്ത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അദ്ദേഹം. കുടുംബദേവതകൾ മുതൽ 33 കോടി ദേവതകൾക്കും പരബ്രഹ്മത്തിനും വരെ ക്ഷേത്രങ്ങളുള്ള ഹിന്ദുധർമ്മത്തിന്റെ ഭാഗമായി ചതുർവേദങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വേദമാതാവിനു മാത്രമായി ഒരു ക്ഷേത്രമില്ലായിരുന്നു. എന്നാൽ
ഹൈന്ദവ സാംസ്കാരിക ചരിത്രത്തിൽ പുതിയൊരധ്യായം എഴുതിച്ചേർത്തുകൊണ്ട് 2023 ജനുവരി 31 ആചാര്യ ശ്രീ രാജേഷ് വിഭാവനം ചെയ്ത ലോകത്തിലെ ആദ്യ വേദക്ഷേത്രം സ്ഥാപിതമായിരിക്കുകയാണ്. ആരുടെയെങ്കിലും വേദവിവർത്തനങ്ങളല്ല, ദേവനാഗരി ലിപിയിൽ മുദ്രണം ചെയ്ത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളുടെ സംഹിതകളും ലഭ്യമായ ശാഖാസംഹിതകളും ഉൾപ്പെടുന്ന ശബ്ദവേദത്തെയാണ് വേദക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതും മറ്റേതെങ്കിലും ദേവതാ പ്രതിഷ്ഠയോടൊപ്പമല്ല, വേദങ്ങൾക്ക് മാത്രമായാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. കാശ്യപാശ്രമത്തിലെ വേദക്ഷേത്രത്തിൽ ചതുർവേദങ്ങളെ ദർശിക്കാൻ വന്നെത്തുന്നവർക്കെല്ലാം പ്രസാദമായി ഒരു വേദമന്ത്രവും അർത്ഥവുമാണ് നൽകുന്നത്. വൈദിക വിഷയത്തിലുള്ള ഗ്രന്ഥങ്ങൾ തുലോം കുറവായ മലയാള ഭാഷാ ഗ്രന്ഥാവലിയിലേക്ക് പ്രൗഢമായ 105 വൈദിക ഗ്രന്ഥങ്ങൾ ആചാര്യശ്രീ ഇതിനകം സംഭാവന ചെയ്തിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മ പ്രതീകങ്ങളുടെയും ദേവതകളുടെയും രഹസ്യാർത്ഥങ്ങളെ വിശദീകരിക്കുന്ന ഹിന്ദുധർമ്മ രഹസ്യം മുതൽ വേദങ്ങളിലെ ഗഹനമായ പ്രപഞ്ച സൃഷ്ടി സങ്കല്പങ്ങളെ ഷഡ്ദർശനങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന ഭാവവൃത്തം, വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം വരെ നീളുന്ന ഗ്രന്ഥങ്ങൾ ആചാര്യശ്രീയുടെ തൂലികയിൽ നിന്നും പിറന്നു. കർണാടകയിലെ ഓം ശാന്തിധാം ഗുരുകുലം വേദാചാര്യ പട്ടം നൽകാൻ തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനായിരുന്നു ആചാര്യശ്രീ. സാർവദേശിക് ആര്യപ്രതിനിധി സഭയുടെ പ്രഥമ മഹാശയ് ധർമ്പാൽ ഇന്റർനാഷണൽ വേദിക് അവാർഡ്, ദയാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേദിക് സ്റ്റഡീസിന്റെ വേദസംസ്കാര ആചാര്യ ബഹുമതി, പരോപകാരിണി സഭയുടെ ആര്യ കർമ്മഠ കാര്യകർത്താ ബഹുമതി, മധ്യപ്രദേശിലെ വേദപണ്ഡിതർ നൽകിയ യജ്ഞപ്രജാപതി പുരസ്കാരം, ശ്രീ അരബിന്ദോ കപാലി ശാസ്ത്രി വേദവിദ്യ ഫൗണ്ടേഷൻ നൽകിയ കപാലി ശാസ്ത്രി അവാർഡ്, കടവല്ലൂർ അന്യോന്യ പരിഷത്തിന്റെ വേദബന്ധു പുരസ്കാരം, ഏറ്റവും ഒടുവിൽ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അമൃതകീർത്തി പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികളും പുരസ്കാരങ്ങളും ആചാര്യശ്രീയെ തേടിയെത്തി. എന്താണ് വേദങ്ങളിലെ ജീവിത സങ്കല്പമെന്ന് നിസ്വാർത്ഥമായി ജീവിച്ചു കാട്ടിത്തരികയാണ് ആചാര്യശ്രീ രാജേഷ്. അത് കണ്ടു പകർത്താൻ ശ്രമിച്ച പരസഹസ്രം ശിഷ്യരും ഇന്ന് വേദങ്ങളുടെ സുഗന്ധമറിയുകയും മധു നുണയുകയും ചെയ്ത് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വേദപാഠികളുടെ കണ്ഠങ്ങളിലും താളിയോല ഗ്രന്ഥങ്ങളിലും പുസ്തക ഏടുകളിലും നിലകൊണ്ടിരുന്ന വേദങ്ങളെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിനു സാധിച്ചു. വേദങ്ങളെ ജനകീയമാക്കിയ വേദാചാര്യനെന്ന് അദ്ദേഹം അറിയപ്പെട്ടു. താൻ ജനിച്ചതെന്തിനെന്ന് വ്യക്തമായി അറിയാവുന്ന ആ അഭിനവ ഋഷി പ്രാചീന ഋഷിവര്യന്മാർ കാട്ടിത്തന്ന തപസ്സിന്റെ വഴിയെ വേദങ്ങളെ ജനകീയമാക്കിക്കൊണ്ട് അടിപതറാതെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ചരൈവേദി ചരൈവേദി.